ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏതു ജന്മകൽപ്പന പുത്തൻ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് എനിക്ക് ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ സമാധാനം എന്നാട്ടോ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഈ സംഗീത പരിപാടി എത്ര ദിവസം ഇനി നീണ്ടു പോകും, ഇക്കൊല്ലം മുഴുവനും ഇതുകൊണ്ട് പോകുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ സംഗീത പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ബെസ്റ്റ് പെർഫോമറായിട്ട് നമ്മുടെ ശ്രുതിയെ തിരഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളും നമ്മുടെ മുത്തശ്ശി ആ ഒരു വിഗ്രഹമൊക്കെ നമ്മുടെ ശ്രുതിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഭാഗ്യമല്ലേ, ഇന്നെങ്കിലും കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, കുറച്ചൊക്കെ ദേഷ്യമുണ്ടെന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. ശ്രുതിക്കാണല്ലോ കിട്ടിയത്, വേറെ ആർക്കും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശ്രുതി വീട്ടിലൊക്കെ ചെന്നിങ്ങനെ ഭയങ്കര ആലോചനയിലാണ്. എന്നാലും തൻ്റെ കൂടെ അശ്വിൻ സാറ് ഡാൻസ് കളിച്ചല്ലോ, എന്തായിരിക്കും സാർ എൻ്റെ കൂടെ ഡാൻസ് അങ്ങനെ കിഴുകിച്ചേർന്ന് കളിച്ചല്ലോ, എന്തായിരിക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രീതി ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഈ പ്രൈസ് കിട്ടാൻ കാരണം അശ്വിൻ സാറാണ്. അദ്ദേഹം നിൻ്റെ കൂടെ അന്ന് അത്ര മനോഹരമായിട്ട് ഡാൻസ് ചെയ്തിട്ടാണ് നിനക്ക് ഈ പ്രൈസ് കിട്ടിയത്. നീ ശരിക്കും ഈ സമ്മാനം അശ്വിൻ സാറിനാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ ആകെപ്പാടെ ഇപ്പോഴും ശ്രുതിയുടെ ഞെട്ടൽ മാറിയിട്ടില്ല. അശ്വിൻ തൻ്റെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ചല്ലോ എന്ന് ഓർത്തിട്ടോ. അപ്പോൾ എന്തായാലും സമാധാനം, ഈ ഒരു സംഗീത പരിപാടി തീർന്നു കിട്ടി. ഇനി മുന്നോട്ടുള്ള കഥ എങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി നമ്മുടെ പ്രീതിയുടെ കല്യാണം വരുന്നുണ്ട്. ഇനി നമ്മുടെ അശ്വിൻ്റെ മനസ്സ് ആകെപ്പാടെ ഇളകി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയോടുള്ള ഒരു പ്രണയമായിട്ട് അല്ലേ. അപ്പോൾ ഇനി അതൊക്കെ എപ്പോഴായിരിക്കും വെളിപ്പെടുത്താൻ പോകുന്നത്, അതൊക്കെ തന്നെയാട്ടോ ഇനി നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. അപ്പം ഇനി നമ്മുടെ അശ്വിൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശ്രുതിയോട് ആ പ്രണയം പറഞ്ഞാൽ തന്നെ, ഇവർ തമ്മിൽ പ്രണയത്തിലായാൽ തന്നെ, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്യാം, നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ, അവർ തേളിനെ കഴിച്ചുവിട്ട വില്ലൻ, ആ വില്ലൻ ഇതിലെങ്ങനെ ഇടപെടും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.